ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കോയമ്പത്തൂരിലെ ഒരു അടിപൊളി കമ്പനി നിങ്ങളെ വീണ്ടും പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട്ടക് എന്നാണ് കമ്പനിയുടെ പേര്. അത് നമ്മുടെ കോയമ്പത്തൂരിലാണ്, ഗണപതി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഇനി ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം. ഒരു 50,000-60,000 രൂപയൊക്കെ മുടക്കി കഴിഞ്ഞാൽ അത്രയൊക്കെ മതി. അത്രയും മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു സംരംഭകനായി മാറും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി മേക്കിംഗ് മെഷീനാണ്. അത് എല്ലാ എന്താ പറയുക, മാൻ പവർ ഇല്ലാതെ ഒരാൾ തനിയെ അയാൾക്ക് അടിപൊളിയായിട്ട് ചപ്പാത്തി മെയ്ക്ക് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ആദ്യത്തെ മിഷനറി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മാവ്, ചപ്പാത്തിയുടെ മാവ്, ആട്ട, ഈ സാധനം നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുത്ത് എന്താ പറയുക, ഇതിനകത്ത് എണ്ണയും വെള്ളമൊക്കെ ചേർക്കണം. അതിനുശേഷം നന്നായി കുഴച്ചെടുത്ത് നമുക്ക് ആദ്യം ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു 3-4 കിലോ മാവ് നമുക്ക് ഇതിനകത്ത് കുഴച്ചെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നല്ല മിനുസത്തിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിയും. പിന്നത്തെ അടുത്ത പ്രോസസ്സിങ് കുറേ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ലൊരു ലാഭമുള്ള ബിസിനസ് ചെയ്യാനുള്ള വഴി നമ്മൾ തുറന്നു തരാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചപ്പാത്തി കുഴച്ച് കാണാൻ പോവാണ്. നല്ല അടിപൊളി ആട്ടയാണ് ഈ കാണുന്നത്. ആട്ട 2 കിലോ എടുത്തിട്ടുണ്ട് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യമുള്ള പച്ചവെള്ളം, അതുപോലെ തന്നെ കുറച്ച് എണ്ണ. അത് നമ്മുടെ ചപ്പാത്തിക്ക് കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാനാണ്. ഇതിനകത്തേക്ക് നമ്മൾ കുഴച്ചെടുക്കാൻ പോവാണ്. അത് ആദ്യമായിട്ട് മാവ് ഇതിലേക്ക് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഇതിനകത്ത് ഏകദേശം ഒരു 3-3.5 കിലോയൊക്കെ നമുക്ക് മാവിനകത്ത് ഇടാൻ കഴിയും. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5 കിലോയാണ്. 5 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു 5 കിലോ കപ്പാസിറ്റി വരുന്നതാണ്. അതിനുശേഷം അവനെ കറണ്ടിലാണ് ഇവൻ പ്രവർത്തിക്കുന്നത്. ചെറുതായിട്ട് കൊടുത്തു കഴിയുമ്പോൾ പതുക്കെ അവനിങ്ങനെ ഒന്ന് ഇത് ചെയ്തുകൊണ്ട്, പിന്നെ നമ്മൾ എണ്ണ ചെറുതായിട്ട് കൊടുക്കുക. എണ്ണ ഒറ്റയടിക്ക് ഇങ്ങനെ ഒഴിക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാം. ഇതുണ്ടോ, കുക്കറി ഷോയ്ക്ക് ഞാൻ ക്ലാസ് എടുക്കുകയല്ല, എങ്കിലും ഇത് നമ്മൾ കാണിച്ചു തരികയാണ്. കണ്ടോ, എണ്ണ നമ്മൾ ഏകദേശം മൊത്തമായിട്ട് ഒഴിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചില്ല, ഒഴിക്കുന്നുണ്ട്. ഓക്കെ, വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മളിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈജീനിക് ആയിട്ട് ആ ചപ്പാത്തി നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റ് ചപ്പാത്തികളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചെറിയ കുറ്റമൊക്കെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പാക്കറ്റ് ചപ്പാത്തിയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അത് എത്രത്തോളം സുരക്ഷിതമാണ്, എത്രത്തോളം അടിപൊളിയാണെന്നൊന്നും നമുക്കറിയത്തില്ല. അതിനകത്ത് എന്തൊക്കെ ചേരുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ ഒരു യൂണിറ്റ് നമ്മുടെ നാട്ടിൽ ആരംഭിക്കുകയാണെങ്കിൽ ആളുകൾക്ക് വന്ന് കണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന കണ്ട് നല്ല രീതിയിൽ പോകാം. പിന്നെ ഹോട്ടലുകൾക്കൊക്കെ വലിയ ഉപകാരമാണ്. ഇങ്ങനെ ഒരു ചെറുകിട ഹോട്ടലുകൾക്കൊക്കെ ഇതുപോലത്തെ ചെറിയ സാധനങ്ങളുണ്ടെങ്കിൽ അവരുടെ മാൻ പവർ, കാരണം ഇപ്പോൾ ഇന്ന് തൊഴിലാളികളെ കിട്ടാനില്ല, ക്ഷാമമാണ്. അതിനിടയ്ക്ക് ഒരാൾ മതി, ഒറ്റ ആളുണ്ടെങ്കിൽ ഈ പരിപാടി എല്ലാം നടന്നു പോകും. നമ്മളിതിനകത്ത് ഈ മാവിടുമ്പോൾ ചെറിയ ചില കണക്കുകൾ കൂടിയൊക്കെ നോക്കേണ്ടതുണ്ട്. 1 കിലോ മാവിന് 750 ml വെള്ളം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ 100 ml തന്നെ ഓയിൽ, 100 ml ഓയിൽ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, ചപ്പാത്തിയുടെ ഒരു ആദ്യ ഘട്ടം ഏകദേശം പൂർത്തിയായി. ചപ്പാത്തി മാവ് നമ്മൾ കുഴച്ചെടുത്ത് മാറ്റി വെച്ചാൽ നമ്മൾ ചെയ്യും. ഏകദേശം ഒരു 2 കിലോ ആണ് നമ്മൾ കുഴച്ചെടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ ഇതിനകത്ത് ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന അത്രയും മാർദ്ദവമുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ രുചി എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. സ്വാഭാവികമായിട്ടും യന്ത്രത്തിനകത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സോഫ്റ്റ്നെസ് ശകലം കുറയാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കുറയാനില്ല കേട്ടോ. ഞാനിതേ തൊട്ട് കാണിക്കാം. അതുണ്ടോ, കണ്ടോ, കാണാമല്ലേ, കണ്ടോ, നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചപ്പാത്തി സാധാരണ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരണമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ അത് നമുക്ക് ചുട്ട് കണ്ടിട്ട് സംസാരിക്കാം. ബോളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിതിനെ പരത്തിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പെർ അവർ 700 ചപ്പാത്തി വരെ നമുക്ക് ഇതിനകത്തൂടെ എന്താ പറയുക പരത്തിയെടുത്ത് വെക്കാൻ കഴിയും. ഇത് നേരെ ചെറുതായിട്ടൊന്ന് ഓണാക്കി വിടുക. അന്നേരം ഇവിടെ ഡിസ്പ്ലേയിൽ ഒരു സാധനം കാണിക്കും. മനോഹരമായ ബോളുകൾ, ചപ്പാത്തി ബോളുകൾ. ഇതേണ്ട, നമ്മൾ ഇവിടെ മെഷീൻ ഓൺ ചെയ്ത് ഇവിടെ ഒരു ഇതാണ്, അതിൻ്റെ മുകളിലേക്ക് ചുമ്മാ വെച്ച് കൊടുക്കുക. മെഷീൻ ഓൺ ചെയ്യുക. അവൻ താഴേക്ക് പോയി കഴിഞ്ഞാൽ പടപടപടയേന്ന് ഇതിലെ വരുന്നില്ലോ. ഇത് കണ്ടോ, ഇങ്ങനെ എത്തും. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, അതിൽ നല്ല ചൂടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അതിനെ എടുത്ത് കാണിക്കാവേ. ഇത് കണ്ടോ, പടേന്ന് ഇങ്ങനെ വരും. കണ്ടോ, നല്ല ഷേപ്പ് നിങ്ങൾ നോക്കിയേ.
നല്ല ഷേപ്പിൽ വരും. ഈ ഒരു ചപ്പാത്തി ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. ഇതിന് നല്ല ചൂടുണ്ട്. അതായത് ഒരു ഹാഫായിട്ട് വേവ് ഇത് അതിനകത്ത് തന്നെ. അതിന് ശേഷമാണ് ഈ വരുന്നത്. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല സോഫ്റ്റാണ് ചപ്പാത്തി. പിന്നെന്താ പറയുക, ഇതിൻ്റെ ഷേപ്പ് ഉണ്ടോ, അടിപൊളി. ഇതേ പോകുന്നു. ഇത് നല്ല ഷേപ്പിൽ ചപ്പാത്തി നമുക്ക് കിട്ടും, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇത് വലിയ പരിപാടികളൊന്നുമില്ല. എടുക്കുക, ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അന്നേരം അതിനകത്തൂടെ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടായി വരും. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതെ കേട്ടോ, പെട്ടെന്ന് നമ്മൾ അതിന് വേണ്ടി ഒരു സമയം കളയണ്ട. ഒരാൾക്ക് തന്നെ തനിയെ ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടികൾ എന്നുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ സംഗതികളൊക്കെ ഇഷ്ടപ്പെട്ടോ? ചപ്പാത്തി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കാണിച്ചു തന്നത്. ഈ പറഞ്ഞ പോലെ ചെറിയൊരു തുക മുടക്കി കഴിഞ്ഞാൽ, ഒരു 50,000 രൂപ 60,000 രൂപ ഒക്കെ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സംരംഭകനായി മാറാൻ കഴിയും. എന്നിട്ട് നിങ്ങൾക്ക് ചെറിയൊരു റൂം മതി, ചെറിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾക്ക് ഒരാൾക്ക് തന്നെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതിന് വലിയ എഫേർട്ട് ഇടേണ്ട കാര്യങ്ങളില്ല. നല്ല രീതിയിലുള്ള സ്വാദിഷ്ടമായ ചപ്പാത്തി, കാണുന്ന പോലത്തെ നല്ല അടിപൊളി ചപ്പാത്തി നിങ്ങൾക്ക് മേക്ക് ചെയ്ത് നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അത് എന്താ പറയുക, നമ്മളിപ്പോൾ കാണിച്ചില്ലേ, ഇതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കറക്റ്റായിട്ടുള്ള മാവ്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ, ഭക്ഷ്യ എണ്ണ എടുക്കുക, അതുപോലെ തന്നെ വെള്ളം, ഇത്ര സാധനങ്ങളുള്ളൂ. പിന്നെ ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര നല്ല ഭംഗിയിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി നമുക്ക് കൊടുക്കാൻ കഴിയും. ഡെയിലി നമുക്കൊരു 1000 ചപ്പാത്തി, ഇതിൽ നിന്നൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. ഏകദേശം മണിക്കൂറിൽ 1000 ചപ്പാത്തി വരെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ അത്ര അങ്ങോട്ട് പോകണ്ടെങ്കിൽ പോലും ഒരു 700 നമുക്ക് കൂട്ടിക്കും. 700 ചപ്പാത്തി നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു ദിവസം ഒരു 1000 ചപ്പാത്തി വിൽക്കാൻ കഴിഞ്ഞാൽ അത്ര മതി. അതിനുള്ള കറണ്ട് ചാർജ് നമുക്ക് വളരെ തുച്ഛമായിട്ടേ ഉള്ളൂ. നമുക്ക് 5 രൂപയ്ക്ക് ഒരു ചപ്പാത്തി വിൽക്കാൻ കഴിഞ്ഞാലും അടിപൊളിയായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും. മന്ത്ലി നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് ഈ പറഞ്ഞ പോലെ ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ട് ഇതിന് മാർക്കറ്റ് ഉണ്ട്, ഇതെങ്ങനെ വിറ്റഴിക്കും, ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് ആര് വാങ്ങും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ ഒരു കടയിലേക്ക്, ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ആട്ട വാങ്ങുന്ന എത്ര ശതമാനം ആളുകളുണ്ട്? അതിൽ കൂടുതൽ ഇതുപോലെ തന്നെ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി, പാക്കറ്റ് ചപ്പാത്തിയാണ് മിക്കവരും വാങ്ങുന്നത്. പൊറോട്ടയും ഇതുപോലെ തന്നെ പാക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന് അത്രയും മാർക്കറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പാക്കിംഗ് ചപ്പാത്തി ഉണ്ടാക്കി വിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു സാധനം നമ്മൾ ഒരു ബാച്ച് നമ്പറൊക്കെ ഉണ്ടാക്കി ഇത് പാക്ക് ചെയ്ത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ പോലും നമുക്കിതിനൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാക്കറ്റെല്ലാം നമ്മൾ തിരിച്ചെടുക്കേണ്ടതായി വരും. അതിനകത്തൊരു വലിയ നമുക്കൊരു നല്ല ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ അതൊരു വലിയ ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പിന്നീട് വളർത്തി ഒരു വലിയ ബിസിനസ്സൊക്കെ ആക്കി എടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാൻ കഴിയും. എന്നാൽ ഇതൊരു ചെറിയ സംരംഭമായിട്ട് നമുക്ക് തുടങ്ങാം. അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ചപ്പാത്തി കൊടുക്കാൻ കഴിയും. അതിൻ്റെ കൂടെ ഒരു ചെറിയ ഗ്രേവിയും കൂടെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ബിസിനസ് നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്ത് മാത്രം മുന്നോട്ട് പോകാൻ കഴിയും. വാവ്, എന്ന ഷേപ്പിലെ ചപ്പാത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ ഒരു ചപ്പാത്തി വീട്ടിൽ പരത്താൻ പോയി കഴിഞ്ഞാൽ ചപ്പാത്തി പല ഷേപ്പിലായിരിക്കും. ഇങ്ങനെ ഇന്ത്യയുടെ മാപ്പ് പോലിരിക്കും ചപ്പാത്തി. ഇത് എന്തൊരു ഷേപ്പിലാണ് വന്നിരിക്കും, നല്ല റൗണ്ട് ഷേപ്പിൽ അടിപൊളിയായിട്ട് ചപ്പാത്തി നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ചപ്പാത്തി മേക്കിംഗ് മെഷീനൊക്കെ പരിചയപ്പെട്ടു. നമ്മൾ ആ കമ്പനിയെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞില്ല കേട്ടോ. വീടെക് എന്നാണ് കമ്പനിയുടെ പേര്. കോയമ്പത്തൂരിലെ ഗണപതി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫാക്ടറി കാണാം, ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന രീതികൾ കാണാം. ഇവിടെ ഇതുപോലെ ഫുഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി മെഷീനറീസ് കാണാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതുമായ സംരംഭകരാകാൻ കഴിയുന്ന അടിപൊളി മെഷീനറീസ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഈ ഒരു കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അലുവ മേക്ക് ചെയ്യുന്ന മെഷീനാണ്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വെജിറ്റബിൾസ് പീൽ ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ വെജിറ്റബിൾ കട്ട് ചെയ്യാനുള്ളത്, ഒനിയൻ പീൽ ചെയ്യാനുള്ളത്, അങ്ങനെ നിരവധി മെഷീനറീസ് ഇവിടെ ഈ ഒരു കമ്പനിയിലുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇതെല്ലാം കാണാൻ പരിചയപ്പെടാം. അതിനൊപ്പം തന്നെ നമ്മളിനി വരും ആഴ്ചകളിലൊക്കെ ഈ കമ്പനിയിലെ പല മെഷീനറീസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ചപ്പാത്തി മേക്കിങ്ങിൻ്റെ തന്നെ ഒരു വലിയ മെഷീനാണ്. കൺവെയർ ബെൽറ്റിലൂടെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി വരുന്ന ഒരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഈ ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയിൽ തന്നെ ബോൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു മെഷീനാണ്. ഇത് ലാർജ് സ്കെയിൽ, ലാർജ് ഇൻഡസ്ട്രികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ഈ ചെറിയ രീതിയിലല്ല, അതിനെ കഴിഞ്ഞ് വലുതായിട്ട് തന്നെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതേ നമ്മുടെ ചപ്പാത്തി നമ്മൾ ചുട്ടെടുത്ത് കേട്ടോ. അതെ, ഓക്കെ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ കഴിക്കാൻ പോട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഇത് നിങ്ങൾ നോക്കിയേ, നല്ല സോഫ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ
ഒരു മരം പോലൊന്നും ഇരിക്കത്തില്ല. നിങ്ങൾക്ക് നല്ലൊരു സംരംഭകനാകാൻ, നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ, നിങ്ങളുടെ ലൈഫിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ അതിന് പറ്റിയൊരു മാർഗ്ഗമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല ചപ്പാത്തി കഴിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊണ്ട് വീണ്ടും വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ വിടവാങ്ങുന്നു. I am Jobin K. Mani signing off from Magara Koyth. Okay, thank you. Bye-bye.